ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മളെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നാം ചെയ്താൽ ഉപകാരം ലഭിക്കുന്ന ചില സൽക്കർമ്മങ്ങളെ കുറിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബർ മുഴുവനും വിശാലമാക്കി കൊടുക്കട്ടെ, റാഹത്തിലാക്കി കൊടുക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഇലാഹി അൻത മഖ്സൂദി വരിളാക മത്ലൂബി. ഇലാഹി അൻത മഖ്സൂദി വരിളാക മത്ലൂബി. അല്ലാഹുമ്മ ഖ്ലി ഹാജാതിനാ യാ ഖാലിയൽ ഹാജാത്. അല്ലാഹുമ്മ ദഫഅ ബലിയാതിനാ യാ ദാഫിയൽ ബലിയാത്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ എല്ലാവരെയും ദാറുൽ മുബീൻ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി നമ്മളെ മജ്ലിസ് കാണുന്ന മുത്തു മുഅ്മിനീങ്ങൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുതേ എന്ന് ഉണർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മളെ മജ്ലിസിൽ ഒരുപാട് ആളുകൾ പല ദുഃഖങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിച്ചു കൊടുക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കുന്നവർക്കും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്കും നമ്മളെ മജ്ലിസിനെ സ്നേഹിക്കുന്നവർക്കും നമ്മളെ മജ്ലിസിന്റെ അവസാനം ദുആ ചെയ്യണം. അതുകൊണ്ട് മജ്ലിസിന്റെ അവസാനം വരെ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണമെന്ന് വളരെ വിനയത്തോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ. ഉള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മളെ മജ്ലിസിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അഥവാ നമ്മളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് നാം ചെയ്യേണ്ട ചില സൽക്കർമ്മങ്ങളെ കുറിച്ചാണ്. നമ്മളിൽ നിന്ന് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി. പലരുടെയും മാതാപിതാക്കൾ ഖബറിലുണ്ട്, അതുപോലെ തന്നെ വല്ലുപ്പ വല്ലുമ്മമാര് ഖബറിലുണ്ട്, അതുപോലെ ഭർത്താക്കന്മാര് മരണപ്പെട്ടു പോയവരുണ്ട്, അതുപോലെ തന്നെ ഭാര്യമാര് മരണപ്പെട്ടു പോയവരുണ്ട്, മക്കള് മരണപ്പെട്ടു പോയവരുണ്ട്, കൂട്ടുകാര് അയൽവാസികൾ മരണപ്പെട്ടു പോയ ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് നാം ചെയ്യേണ്ട സൽക്കർമ്മങ്ങൾ നമ്മൾ വിവരിക്കുകയാണ്. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. അവരെ ഓർത്തുകൊണ്ടിരിക്കണം. അവർക്ക് നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യണമെന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചതാണ്. ഒരിക്കലും മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഒരു ഖബറിന്റെ അരികിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. ആ ഖബറിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോൾ ആ ഖബറിൽ നിന്ന് ഇങ്ങനെ അട്ടഹാസങ്ങൾ കേൾക്കുന്നുണ്ട്, അദാബുകൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അങ്ങനെ മൂസാ നബി നടന്നുപോയി. പിന്നെ ഒരിക്കൽ ആ ഖബറിന്റെ ചാരത്തിലൂടെ തന്നെ പിന്നെയും മൂസാ നബി അലൈഹിസ്സലാം നടന്നു പോകുമ്പോൾ സ്വർഗത്തിലെ മന്ദമാരുതൻ ഇങ്ങനെ അടിച്ചു വീശുന്നുണ്ട്. ആ ഖബറിലെ മനുഷ്യൻ സന്തോഷിച്ച് ഖബറിൽ ഇങ്ങനെ ജീവിക്കുന്നുണ്ട്. ആ സമയത്ത് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, അല്ലാഹുവേ, ഞാൻ ആദ്യം ഇയാളുടെ ഖബറിന്റെ അരികിലൂടെ നടന്നു പോയപ്പോ ഖബറിൽ അദാബാണ്, ശിക്ഷയാണ്. രണ്ടാം പ്രാവശ്യം നടന്നു പോയപ്പോ അയാൾ ഖബറിൽ സന്തോഷിക്കുന്നു. റബ്ബേ, അതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരുമോ അല്ലാ? ആ സമയത്ത് മൂസാ നബിയോട് അല്ലാഹു പറയുകയാണ്, ആ മനുഷ്യന്റെ മകൻ അദ്ദേഹത്തിന് പ്രാർത്ഥിച്ചു നബിയെ, ദുആ ചെയ്തു നബിയെ. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഖബർ ഞാൻ സ്വർഗമാക്കി നബിയേ. അപ്പൊ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് പ്രാർത്ഥിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ എല്ലാ സമയത്തും പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മളെ മരണപ്പെട്ടു പോയവർക്ക് നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്. ജീവിച്ചവർക്കും മരിച്ചവർക്കും നമ്മൾ ദുആ ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ഖബറിൽ സന്തോഷം ഉണ്ടാകും. അവരെ ദറജ അല്ലാഹു, പദവി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തി കൊടുക്കും എന്നുള്ളതാണ്. അപ്പൊ ഒന്നാമത് നമ്മൾ അവർക്ക് ചെയ്യേണ്ടത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഏത് സമയത്തും മരണപ്പെട്ടു പോയവർക്ക് നമ്മൾ പ്രാർത്ഥിക്കണം. അവരെ പ്രാർത്ഥനയിൽ ഒരിക്കലും മറക്കാൻ പാടില്ല. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് സൂറത്തുൽ മുൽക്ക് ഓതി അവർക്ക് ഹദിയ ചെയ്യുക എന്നുള്ളത്. സൂറത്തുൽ മുൽക്ക് നമ്മൾക്കറിയാം, ഖബറിൽ രക്ഷയ്ക്ക് വേണ്ടി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതാൻ നിർദ്ദേശിച്ച ഒരു സൂറത്താണ് സൂറത്തുൽ മുൽക്ക് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തുൽ മുൽക്കിനെ കുറിച്ച് എന്താ പറഞ്ഞത്? ഹിയൽ മാനിയാ ഹിയൽ മുൻജിയാ തുൻജി മിൻ അദാബിൽ ഖബർ. അത് ശിക്ഷകളൊക്കെ തടയുന്നതാണ്, തിന്മകളെയൊക്കെ തടയുന്നതാണ്, ഖബറിൽ സംരക്ഷണം നൽകുന്നതാണ്, ഖബറിൽ
ഖബറിൽ രക്ഷകനായി വരുന്നതാണ് സൂറത്തുൽ മുൽക്ക് എന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയത് നമ്മൾ ഓതിയാൽ നമ്മളെ ഖബർ വിശാലാകുന്നുള്ളതാണ്. അങ്ങനെയല്ല, നമ്മൾ സൂറത്തുൽ മുൽക്ക് ഓതി നമ്മളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ ഹദിയ ചെയ്താൽ അവരുടെ ഖബറും അള്ളാഹു വിശാലമാക്കി കൊടുക്കും, അവരെ ഖബറും അള്ളാഹു റാഹത്തിലാക്കി കൊടുക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ സൂറത്തുൽ മുൽക്ക് ഓതി അവർക്ക് ഹദിയ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ സൂറത്തുൽ മുൽക്കിനെ കുറിച്ച് മഹാനായ നബി തങ്ങൾ പറഞ്ഞു, മൻഖറ സൂറത്തുൽ മുൽക്കി മനഅഹുല്ലാഹു മിൻ അദാബിൽ ഖബർ. ഒരാൾ സൂറത്തുൽ മുൽക്ക് ഓതിക്കഴിഞ്ഞാൽ ഖബർ ശിക്ഷയെ തൊട്ട് അള്ളാഹു കാക്കുന്നതാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട ഒരു സമയമാണ്, ഒരു സ്ഥലമാണ് ഖബർ എന്ന് പറയുന്നത്. ആ ഖബറിൽ അള്ളാഹു സൂറത്തുൽ മുൽക്ക് കൊണ്ട് രക്ഷ നൽകുമെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി സൂറത്തുൽ മുൽക്ക് ഓതിക്കൂടാ? ആകെ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ 6 മിനിറ്റേ വരുള്ളൂ. അള്ളാഹു ഓതാല തൗഫീഖ് നൽകട്ടെ. അതുപോലെ മരണപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ട മറ്റൊരു സൽക്രമം സൂറത്തു യാസീൻ പാരായണം ചെയ്യുക എന്ന്. പരിശുദ്ധ ഖുർആൻ മുഴുവൻ ഓതിയാലും അവർക്ക് പ്രതിഫലം നൽകും. പ്രത്യേകമായ ചില കാര്യങ്ങളാണ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. സൂറത്തു യാസീൻ പാരായണം ചെയ്യുക. മഹാനായ നബി തങ്ങൾ പറഞ്ഞില്ലേ, ഇഖ്റഊ മൗതാകും സൂറത്ത യാസീൻ. നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി അവരുടെ ചാരത്തിരുന്ന് അതേ സൂറത്ത് യാസീൻ പാരായണം ചെയ്യണേ മുഹമ്മദ് മുസ്തഫ. അപ്പൊ മരിച്ചവർക്ക് വേണ്ടി യാസീൻ സൂറത്ത് എന്നും ഓതുക. 1, 2, 3 പ്രാവശ്യമൊക്കെ. മരണപ്പെട്ടു പോയവരോട് സ്നേഹം ഉണ്ടെങ്കിൽ ചെയ്യുക. സ്നേഹമല്ലേ പിന്നെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. സ്നേഹം ഉണ്ടെങ്കിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് യാ ബാരി ഉയാ അല്ലാ, യാ ബാരി ഉയാ അല്ലാ, യാ ബാരി ഉയാ അല്ലാ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് ഓതിക്കഴിഞ്ഞാൽ ഖബറിലെ ശിക്ഷയിൽ നിന്ന് കാവലാണ്, ഖബറിൽ രക്ഷയാണെന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഇസ്മ ഓതിയിട്ട് അവർക്ക് വേണ്ടി ഹദിയ ചെയ്യുക. അള്ളാഹുവെ, ഞാൻ ഈ ചൊല്ലിയ ഇസ്മിന്റെ മഹത്വം കൊണ്ട് അല്ലെങ്കിൽ ഇസ്മിന്റെ പ്രതിഫലം എന്നിൽ നിന്ന് മരണപ്പെട്ടു പോയ എൻ്റെ ഭർത്താവിന്റെ ഖബറിലേക്ക്, എൻ്റെ ഉപ്പയുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ ഇതിന്റെ മിഥിൽ സവാബിനെ എന്ന് പ്രാർത്ഥിക്കുക. എന്നാൽ അവരെ ഖബർ രക്ഷയാണ്. അതുപോലെ തന്നെ മരണപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ട മറ്റൊരു ഇബാദത്താണ് സൂറത്ത് ഇഖ്ലാസ് ഓതുക എന്നുള്ളത്. സൂറത്തുൽ ഇഖ്ലാസിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. സൂറത്തുൽ ഇഖ്ലാസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു പ്രാവശ്യം ഓതിയാൽ 10 ജുസ് ഓതിയ പ്രതിഫലമാണ്. 2 പ്രാവശ്യം ഓതിയാൽ 20 ജുസ് ഓതിയ പ്രതിഫലമാണ്. 3 പ്രാവശ്യം ഓതിയാൽ ഒരു ഖത്തം ഓതിയ പ്രതിഫലം ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്ത് ഖുർആനിലുണ്ടെങ്കിൽ അത് ഖുൽ ഹുവല്ലാഹു സൂറത്താണ്, സൂറത്തുൽ ഇഖ്ലാസ് ആണ്. അതുകൊണ്ട് ധാരാളം ഖുൽ ഹുവല്ലാഹു സൂറത്ത് മരണപ്പെട്ടവർക്ക് വേണ്ടി ഓതി ഹദിയ ചെയ്താൽ എത്ര ഖത്തം തീർത്ത പ്രതിഫലം ആ മരണപ്പെട്ടവർക്ക് വേണ്ടി കിട്ടും. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യേണ്ട മറ്റൊരു സൽക്കർമ്മം യതീമക്കളെ സഹായിച്ച് അതിന്റെ കൂലി മരണപ്പെട്ടവർക്ക് വേണ്ടി ഹദിയ ചെയ്യുക. യതീമക്കളെ സഹായിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് കൽപ്പിച്ച ഒരു കാര്യമാണ് യതീമക്കളെ സഹായിക്കുക എന്നുള്ളത്. അങ്ങനെ യതീമക്കളെ സഹായിച്ച് അതിന്റെ കൂലി മരണപ്പെട്ടവർക്ക് വേണ്ടി ഹദിയ ചെയ്യുക. അതിന് ഒരുപാട് കൂലി അള്ളാഹു കൊടുക്കും. അതുപോലെ മറ്റൊരു സൽക്രമമാണ് പൊതു സമൂഹത്തിന് വേണ്ടി സഹായം ചെയ്യുക എന്നുള്ളത്. ഉദാഹരണത്തിന് പറയാ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സഹാബി വന്നിട്ട് ചോദിച്ചു, നബിയെ, ഇന്ന ഉമ്മി എന്റെ ഉമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ട്, ഞാൻ ഇനി എന്താണ് എൻ്റെ ഉമ്മാക്ക് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഇപ്പോൾ ഇവിടെ ആവശ്യം ഒരു കിണറാണ്, അതുകൊണ്ട് നീ ജനങ്ങൾക്ക് വേണ്ടി ഒരു കിണർ കുഴിച്ചു കൊടുക്കുക. അതിൽ നിന്ന് ജനങ്ങൾ വെള്ളമെടുക്കുന്ന കാലത്തോളം അതിന്റെ പ്രതിഫലം നിന്റെ ഉമ്മയുടെ ഖബറിലേക്കെത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് എന്നും നിലനിൽക്കുന്ന എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ, കിണർ ഒഴിച്ചു കൊടുക്കാം, അതുപോലെ തന്നെ റോഡ് നിർമ്മിച്ചു കൊടുക്കാം, അതുപോലെ തന്നെ റോഡിന് സ്ഥലം വിട്ടുകൊടുക്കാം, വീട് നിർമ്മിച്ചു കൊടുക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്താൽ അതിന്റെ പ്രതിഫലം നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഖബറിലേക്ക് എത്തും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചില കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. മരണപ്പെട്ടവരോട് അല്പമെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ അവരെ മറക്കാതെ അവർക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മളെ ജീവിതത്തിൽ ചെയ്യുക. മരണപ്പെട്ടു പോയ ഖബറിൽ നിന്ന് ഇങ്ങനെ പറയുമത്രേ, എൻ്റെ കുടുംബക്കാര്, എൻ്റെ മക്കളൊക്കെ എൻ്റെ അനന്തര സ്വത്തുകളൊക്കെ ഓരിവെച്ചു, എൻ്റെ സ്ഥലങ്ങൾ ഓരിവെച്ചു, എൻ്റെ ക്യാഷൊക്കെ അവർ ഓഹരി വെച്ചിട്ട് അവരിങ്ങനെ ഞെളിഞ്ഞു നടക്കുകയാണ്, എന്നെ അവർ മറന്നുപോയില്ലേ എന്ന് ഖബറിൽ നിന്ന് വിളിച്ചു പറയുമെന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഖബർ നീ വിശാലമാക്കണേ അല്ലാ, അവരെ ഖബർ നീ സ്വർഗ്ഗമാക്കണേ അല്ലാ, റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസിൽ പങ്കെടുക്കുന്നവരെ നീ അനുഗ്രഹിക്കണേ അല്ലാ, വിഷമങ്ങൾ അകറ്റി കൊടുക്കണേ അല്ലാ, മനസ്സിന് സമാധാനം നൽകണേ റഹ്മാനെ, എല്ലാ പ്രയാസങ്ങളും അകറ്റണേ റഹ്മാനെ, കടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, ദാരിദ്ര്യത്തിനെ തൊട്ട് കാക്കണേ അല്ലാ, ഒരാളുടെ മുന്നിൽ കൈ നീട്ടേണ്ട അവസ്ഥ വരുത്തല്ലേ
നൽകല്ല അല്ലാ. വീടില്ലാത്തവർക്ക് ഉദ്ദേശിച്ച വീട് നൽകണേ അല്ലാ. ആഖിറ വിജയം നൽകണേ റഹ്മാനെ. ജോലിയില്ലാത്തവർക്ക് നല്ല ജോലി നൽകണേ റഹ്മാനെ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. മക്കളെ നന്നാക്കി തരണേ റബ്ബേ. ദാമ്പത്യ ജീവിതത്തിൽ ഖൈർ നൽകണേ അല്ലാ. മക്കളെ ദുസ്വഭാവം നന്നാക്കണേ റഹ്മാനെ. പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം നൽകണേ അല്ലാ. ഒരുപാട് രോഗികളുണ്ട്, പൂർണ്ണ ശിഫ നൽകണേ അല്ലാ. ആയിരാരോഗ്യം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. സ്വർഗം നൽകണേ അല്ലാ. ആഖിറ വിജയം നൽകണേ അല്ലാ. ദുനിയാവിലെ വിജയം നൽകണേ അല്ലാ. സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ലാ. ഭാര്യ മക്കളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ ഭാര്യ മക്കള്, മാതാപിതാക്കള്, ജ്യേഷ്ഠന്മാര്, അയൽവാസികള്, കുടുംബക്കാര്, ഞങ്ങളുമായി ബന്ധപ്പെട്ടവര്, ഭക്ഷണം തന്നവര്, സഹായിച്ചവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസും ആരോഗ്യവും ഇസ്സത്തും ഖുവത്തും റാഹത്തും ഈമാനും തഖ്വയും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. സന്തോഷം നൽകണേ അല്ലാ. മുസ്ലിമീങ്ങളെ ശത്രുക്കളെ പരാജയപ്പെടുത്തണേ അല്ലാ. നിന്റെ താഅത്തിലായി ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. അനുഗ്രഹിക്കണേ റബ്ബേ. ഞങ്ങളെ പ്രവർത്തനങ്ങൾ കബൂൽ ചെയ്യണേ അല്ലാ. ആരൊക്കെ ഞങ്ങളെ മജ്ലിസിൽ പങ്കെടുക്കുന്നവരെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തീകരിക്കണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും അകറ്റണേ റഹ്മാനെ. എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وإياهم بمغفرتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم.